ശ്യാംകുമാർ സർ, വെൽക്കം ടു ABC മലയാളം. സാർ ആദ്യമായിട്ടാണ് ABC മലയാളത്തിന്റെ ഭാഗമാവുന്നത്. നമുക്ക് ഒരുപാട് റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സാറിന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതിനി മുതൽ ABCയുടെ ഭാഗം കൂടിയായിരിക്കും. എന്തായാലും നമസ്കാരം സർ. നമസ്തേ. ഓക്കെ സർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം പാക് മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ഒരു വിലക്കിനെ കുറിച്ചാണ്. കൃത്യസമയത്ത് വ്യക്തമായി ശക്തമായി ഉചിതമായ ഒരു തീരുമാനം നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ 16 യൂട്യൂബ് ചാനലുകൾക്കാണ് നമ്മൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ രീതിയിലും നമ്മൾ പാകിസ്ഥാന് സൂചന നൽകുകയാണ്. ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും ഇനി ഒരു തരി പോലും ഇന്ത്യയെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ലെന്ന്. ഇത് ലോക രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇന്ത്യയെ ആരെങ്കിലും തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കില്ലേ? എന്റെ ചോദ്യം BBC ഉദ്ധരിച്ചുകൊണ്ടാണ്, BBCക്ക് നൽകിയ താക്കീതിനെ കുറിച്ച് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. അത് ചൈനയെ പോലെയോ അല്ലെങ്കിൽ ഉത്തര കൊറിയയെ പോലെയോ മാധ്യമ സ്വാതന്ത്ര്യം തടയുന്ന രാജ്യവുമല്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ടത്, ഉത്തമമായ താല്പര്യം സംരക്ഷിക്കേണ്ടത് ഓരോ കടമയാണ്. കഴിഞ്ഞ ദിവസം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ആ വാർത്തകളെ ലോകസമക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലും യൂട്യൂബ് ചാനലുകള് പ്രചരിക്കുക നമ്മുടെ രാജ്യ താല്പര്യത്തിന് മാത്രമല്ല, ലോകത്ത് മുഴുവൻ പാകിസ്ഥാൻ ആക്രമിച്ചതിന് ശേഷം ആ പാക് ആക്രമണത്തെ ഇന്ത്യയുടെ ആക്രമണമായി വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഈ ആക്രമണം തന്നെ ഭാരതത്തിന്റെ ഹൃദയത്തിലേറ്റ മുറിവാണെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ഭാരതീയനെ കുത്തി നോവിക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തടയേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് വിദേശ ചാനലുകൾക്കെല്ലാം. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ചാനലുകൾക്ക് ഇവിടെ പ്രവർത്തന അനുമതി നൽകിയിട്ടുള്ളത്. ഇതിപ്പോ ചൈനയിലാണെങ്കിൽ നടക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലാണെങ്കിൽ നടക്കുമോ? ഇവിടെ സമ്പൂർണ്ണ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്ന രാജ്യമാണത്. അതുകൊണ്ട് നമ്മൾ ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു, അവരുടെ പ്രവർത്തിക്കാനുള്ള അനുമതിയും കൊടുത്തു. കരുതി ഈ ചാനലുകൾ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ വളരെ തെറ്റായ നയമാണ്. അവര് ഇല്ലാത്ത കാര്യങ്ങൾ രാജ്യത്തെ സുരക്ഷാ സംഘടനകൾക്കെതിരെ രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ തെറ്റായ വാർത്തകൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നു, അതിന് വർഗീയ വിഷം നൽകുന്നു. ഇത്തരം ചാനലുകളെ നിരോധിക്കേണ്ടത് ആവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടു. അതേ സംബന്ധിച്ച് അവരുടെ ചാനലുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ 16 യൂട്യൂബ് ചാനലുകളെ, പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകൾ, അത് ഡോൺ ന്യൂസ്, ഇർഷാദ് ബാട്ടി, സമ TV, ARY ന്യൂസ്, ബോൾ ന്യൂസ് എന്ന് വേണ്ട തുടങ്ങിയ ചാനലുകളെ നിരോധിക്കാൻ സർക്കാർ നിർബന്ധിതമായ സാഹചര്യം അവരുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അങ്ങ് BBC കുറിച്ച് ചോദിച്ചു. BBC ഒരു ഭീകരരാഷ്ട്ര സംഭവത്തെ, ഭീകരവാദ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കേണ്ട മാന്യത അവർ പുലർത്തിയില്ല. അവര് പറഞ്ഞത് ഏതാനും ചില അക്രമകാരികൾ തോക്കുമായി വന്ന് പൽഗാമിലെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു എന്ന തരത്തിലാണ് അവിടെ ഈ വാർത്തയെ അവര് പ്രചരിപ്പിക്കുന്നത്. അവിടെ ഭീകരവാദം എന്നൊരു വാക്ക് പോലും അവർ ഉപയോഗിച്ചിട്ടില്ല. അത്തരത്തിൽ BBC-യുടെ വാർത്താ പ്രചരണം ഒട്ടും അനുയോജ്യമല്ല. മുമ്പും അവരിതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സാമ്പത്തിക രംഗം തകർക്കാൻ അവർ പലപ്പോഴും ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിനെയും ജോർജ് റിപ്പോർട്ടിനെയും ഒക്കെ അവർ ആധാരമാക്കി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന BBC തുടർ. എല്ലാവരും ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കണമെന്നുള്ള BBC-ക്കും ലക്ഷ്യമുണ്ട്. ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓഹരി മേഖലയിലും അതുപോലെ രാജ്യത്തിന്റെ വികസന മേഖലയിലും ഉണ്ടാകുന്ന കുതിപ്പിനെ തെറ്റായ വാർത്ത. ഇവിടെയും നമ്മൾ കാണുന്നത് BBC എന്ന് പറയുന്ന ലോകമെമ്പാടും പ്രചരിക്കപ്പെടുന്ന ഒരു മാധ്യമത്തിലൂടെ നമ്മളാണ് പാകിസ്ഥാൻ തരത്തിൽ ഖേദകരമാണ്. അതുകൊണ്ട് ഇത് മേലിൽ ആവർത്തിക്കരുതെന്നുള്ള ശക്തമായ താക്കീതാണ്
രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നൽകാൻ ഇന്ത്യയും നിർബന്ധിതമായത്. അതാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ശ്യാംകുമാർ സർ പറഞ്ഞതുപോലെ BBC പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പോലും ടെററിസ്റ്റ് എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല, ടെററിസ്റ്റുകൾ എന്നവർ പറയുന്നില്ല. പക്ഷപാതകരമായ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാർത്ത നൽകി എന്നാണ് ഇന്ത്യ അതിനെ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം ഇത്തരം നടപടികൾ തുടർന്നാൽ ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്യണോ വേണ്ടയോ എന്ന് ഇന്ത്യ ഒന്ന് പുനർചിന്തിക്കും, അല്ലെങ്കിൽ ഒരു പുനർചിന്തനത്തിന് ഇന്ത്യ വിധേയമാകും എന്ന് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. BBC പോലെ ഒരു ചാനലിനെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നമുക്കറിയാം, നമ്മുടെ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്തിനെയാണ് കൂടുതൽ എതിർത്തത്, അല്ലെങ്കിൽ എന്തിനെതിരെയാണ് കൂടുതൽ അവരൊരു പോരാട്ടം നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനെതിരെയൊന്നും അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയോ അല്ലെങ്കിൽ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഉദ്ധരിച്ചവരെ രക്ഷപ്പെടുത്താനോ അതിനുവേണ്ടിയൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ശ്യാംകുമാർ സാർ, ഭീകരവാദത്തിനെതിരെയാണ് നമ്മുടെ രാജ്യത്തെ ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ എല്ലായ്പ്പോഴും നിലപാട് ഘടിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെ ഇതാ പഹൽഗാമിലെ ഭീകരാക്രമണത്തിലും നമ്മൾ ആവർത്തിക്കുകയാണ്. നമ്മൾ അതിന് ശക്തമായി പലരോടും മറുപടി കൊടുക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് BBC-ക്ക് ഇപ്പൊ നൽകിയിട്ടുള്ള ഈ മറുപടി. ഇത്തരത്തിൽ BBC പോലൊരു ചാനലിനെതിരെ ഇന്ത്യ ഒരു വാക്കുരിയാടുമ്പോൾ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങൾ, നമുക്കറിയാം ചൈന പിന്തുണ പ്രഖ്യാപിക്കുന്നു, തുർക്കി പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഇവരൊക്കെ പാകിസ്ഥാനൊപ്പം അണിചേരുകയാണ്. അപ്പം ഒരു വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യ നൽകുകയല്ലേ, എല്ലാത്തിനും ഞങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന്. അതെ, തീർച്ചയായിട്ടും ഭാരതം അതിശക്തമായി തിരിച്ചടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സുസജ്ജമായ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു, ആയുധങ്ങളുടെ വിന്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വാർത്തകളിൽ നിന്നെല്ലാം. എവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വേണോ, എന്ത് യുദ്ധം നടത്തണമോ എന്നുള്ള കാര്യമാണ് തീരുമാനിക്കുന്നത്, അത് വിദഗ്ധന്മാർ തീരുമാനിക്കും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുട്ട മറുപടി ഇതിനകം നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറയുന്നത് പാകിസ്ഥാനിലെ പൗരന്മാര് ഇന്ത്യ വിടണം, പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ എണ്ണം വെട്ടിക്കുറച്ചു, സർവോപരി നമ്മള് സിന്ധു നദീജല കരാറ് താൽക്കാലികമായി മരവിപ്പിച്ചു. ഇത് ഒരു ശക്തമായ താക്കീതാണ് പാകിസ്ഥാന് കൊടുക്കുന്നത്. കാരണം ഇന്ത്യയുടെ സൗജന്യങ്ങൾ പറ്റി 80% ജലം വാങ്ങി സമ്പൽ സമൃദ്ധമായ കൃഷിഭൂവിടങ്ങൾ വികസിപ്പിക്കുന്ന പാകിസ്ഥാനെ ദൈനംദിനം വർഷങ്ങളായി നടത്തി വരുന്ന ഈ ഭീകരാക്രമണം അവസാനിപ്പിക്കേണ്ട താക്കീതുകൾ പല പ്രാവശ്യം നൽകി. ഇപ്പൊ ഒടുവിൽ പഹൽഗാമിലെ നിരപരാധികളെ കൊന്നൊടുക്കിയതിന്റെ പേരിൽ ഭാരതം ശക്തമായ നിലപാടെടുത്തു. അതിന്റെ ഭാഗമാണ് ഈ നദീജല കരാർ റദ്ദാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് ചെയ്യാൻ ഭാരതത്തിന് കഴിയും. മറ്റ് സാഹചര്യങ്ങളിലേക്ക് നമ്മളിത് കാണുന്നുണ്ടല്ലോ. പാകിസ്ഥാനിലെ സൈനിക മേധാവിയുടെ, അയാളാണ് ഒരാഴ്ച മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തിയത്, ഭാരതവുമായി ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല, ഭാരതത്തിന്റെ സംസ്കാരവും പാകിസ്ഥാന്റെ സംസ്കാരവും രണ്ടാണ്, അതുകൊണ്ട് ഏത് തരത്തിലും കാശ്മീരിൽ ഇടപെടണം, കാശ്മീരിലെ സ്വതന്ത്രമാക്കും എന്നുള്ള ഭീഷണി പാകിസ്ഥാന്റെ സൈന്യാധിപൻ നൽകി. പക്ഷെ ഇന്നിപ്പോ അവരും പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ മക്കളെ അടക്കം സുരക്ഷിതമായി മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം പാകിസ്ഥാന് ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും സാധിക്കത്തില്ല. ഇതെല്ലാം ആണവയുദ്ധം നടത്തും, പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങളെല്ലാം ചുവട് പിടിച്ചുകൊണ്ട് പാകിസ്ഥാനെ മഹത്വവൽക്കരിക്കാനും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകാനും ചൈന എന്നും നമ്മുടെ ഭാരതത്തെ ആക്രമിച്ചിട്ടേ ഉള്ളൂ. ഭാരതത്തിനെതിരായ നിലപാടാണ് അന്താരാഷ്ട്ര വേദികളെല്ലാം നിലകൊള്ളുന്നത്. ഒരിക്കലും വിശ്വസിക്കാനാകാത്ത ഒരു സുഹൃത്തെന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റത്തില്ല ഒരു രാജ്യമാണ് ചൈന. പിന്നെ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തുർക്കിയെ സംബന്ധിച്ചോളം അവരൊരു മുസ്ലിം രാഷ്ട്രം എന്ന നിലയ്ക്ക് മുസ്ലിം ഏകാധിപത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകം മുഴുവൻ സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അവര് പാകിസ്ഥാനുമായി ചേരുന്നതിനകത്ത് നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഏത് രാജ്യങ്ങൾ ചേർന്നാലും, ഇനിയിപ്പോ ചൈന ചേർന്നാലും, ഭാരതം ഇന്ന് സുസ്ഥിരമായ വികസനവും സുസജ്ജമായ സൈന്യവും അതിശക്തമായ ഒരു ഭരണ നേതൃത്വമുള്ള രാജ്യമാണ് ഭാരതം. തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും സൈന്യമാണ്. ആ സൈന്യത്തിന്റെ ചിന്തകൾ എപ്പോഴും ഭാരതവിരുദ്ധമായ ചിന്തകളാണ്. അതുകൊണ്ട് ഭാരതവിരുദ്ധമായ ചിന്തകൾക്ക് സൈന്യത്തിന് വേണ്ടി ഈ രാജ്യങ്ങൾ
ചൈനയടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നത് അവരെ സംബന്ധിച്ചും ആത്മഹത്യാപരമായി തീരും ഭാവിയിൽ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് BBC അടക്കമുള്ള ഏതൊരു വമ്പൻ സ്ഥാപനമാണെങ്കിലും തെറ്റ് ചെയ്താൽ ഈ രാജ്യം വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ ശക്തമായ താക്കീത്. തെറ്റായ വാർത്തകളും തെറ്റായ സന്ദേശങ്ങളും നൽകുന്ന ഒരു സ്ഥാപനത്തിനും, രാജ്യവിരുദ്ധമായ ഭാരതവിരുദ്ധമായ സന്ദേശങ്ങൾ നൽകുന്ന ചാനലുകൾ നമുക്ക് ആവശ്യമില്ല, അവരുടെ സേവനവും ഭാവിയിൽ ആവശ്യമില്ല എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യം അവരുണ്ടാക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. യെസ്, ശ്യാംകുമാർ സാർ പറഞ്ഞ അവസാനത്തെ ആ ചില പോയിന്റുകളാണ്. ഒരു വിധത്തിലും എത്ര വലിയ ശക്തിയുള്ള ഒരു മാധ്യമമായാലും, ലോകം മുഴുവൻ അറിയപ്പെടുന്ന മാധ്യമമായാലും, മറ്റേത് അതിശക്തമായ ലോകരാജ്യമാണെങ്കിൽ കൂടി ഇന്ത്യയിൽ ഭീകരവാദം വച്ച് പൊറുപ്പിക്കില്ല. ഭീകരവാദത്തോടുള്ള മൃദു സമീപനം പോലും മാധ്യമങ്ങളിലൂടെ പോലും ഇന്ത്യയിൽ അംഗീകരിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് BBC-ക്കെതിരെ ഒരു താക്കീത് വരുന്നത്, പാക് മാധ്യമങ്ങൾക്ക് വിലക്ക് വരുന്നത്. ഇന്ത്യ ശക്തമായ നിലപാടിൽ തന്നെയാണ്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് അതിശക്തമായി നമ്മൾ തിരിച്ചടി നൽകിയിരിക്കും. പക്ഷെ മാധ്യമങ്ങളിലൂടെ അതിനെ വെള്ളപൂശാനാണ് ഭാവമെങ്കിൽ ആ മാധ്യമത്തെ തന്നെ ഇന്ത്യ നിരോധിക്കും എന്നുള്ള വാർത്ത വ്യക്തമാണ്. താങ്ക് യു ശ്യാംകുമാർ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.